അപ്പോൾ അങ്ങനെ പെസഹ അപ്പം എല്ലാം റെഡിയായി. ഞങ്ങളിതാ ഫാമിലി ആയിട്ടിരുന്ന് ഒന്നിച്ച് കട്ട് ചെയ്ത് കഴിക്കാൻ പോവുകയാണ്. ഈസ്റ്ററൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യാൻ പറ്റിയത്. ഞാൻ പെസഹ പാലും അപ്പം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്നിടുന്നത്. ഞാൻ യാക്കോബക്കാരി ആയതുകൊണ്ട് തന്നെ എൻ്റെ ഒരു സ്റ്റൈലിലായിരിക്കും കേട്ടോ ഈ വീഡിയോ. അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് കുറച്ച് ഉഴുന്നും ജീരകവും വെളുത്തുള്ളിയാണ്. ആദ്യം ഉഴുന്ന് നന്നായിട്ടൊന്ന് കഴുകിയിട്ടൊന്ന് വറുത്തെടുക്കണം. വറുത്തിട്ട് അത് നല്ലവണ്ണം മിക്സിയിൽ പൊടിച്ചെടുത്ത് മാറ്റി വയ്ക്കണം. പിന്നെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന വെളുത്തുള്ളി ഞാൻ അതിനേക്കാളും കുറച്ചുകൂടെ അധികം ഇട്ടു കേട്ടോ. കാരണം എനിക്ക് മണവും ടേസ്റ്റും കുറച്ച് കുറവ് തോന്നിയുകൊണ്ട് ഒന്ന് കുറച്ചുകൂടെ കൂടുതൽ എടുത്തായിരുന്നു. പിന്നെ അപ്പം അതാദ്യം ഒന്ന് അരച്ച് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ പാത്രത്തിലേക്ക് അരിപ്പൊടി എടുത്തു. ഞാനിപ്പോൾ കുറച്ച് അധികം ഉണ്ടാക്കുന്നുണ്ട്, എനിക്ക് 1-2 ഫ്രണ്ട്സിന് കൊടുക്കാനുള്ളതുകൊണ്ട് തന്നെ. അപ്പം ഞാൻ 1 കിലോയ്ക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ കുറച്ച് പേരൊക്കെ ഉള്ളെങ്കിൽ 1/2 കിലോയ്ക്ക് ഉണ്ടാക്കിയാലും മതി. അപ്പോൾ 1 കിലോ പൊടി എടുത്തിട്ടുണ്ട്. അതിന് ആവശ്യമായിട്ടുള്ള ഇനി തേങ്ങ ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് തേങ്ങ കൂടിയാലാണ് കേട്ടോ ടേസ്റ്റ് കിട്ടുക. അപ്പം ഞാൻ ഇനി തേങ്ങയും കൂടെ കൂടി അതിലേക്ക് മിക്സ് ചെയ്യും. പിന്നെ ആദ്യം പൊടിച്ചു വെച്ചിട്ടുള്ള ഉഴുന്നുണ്ടല്ലോ, ആ ഉഴുന്നും അതുപോലെ വെളുത്തുള്ളിയും ജീരകവും കൂടെ അരച്ച് ആ പേസ്റ്റും കൂടെ കൂടിയിട്ട് മിക്സ് ചെയ്തെടുക്കും. അത് നല്ലോണം ഒത്തിരി വെള്ളം ഒഴിക്കാതെ വേണം കേട്ടോ ഇത് കുഴച്ചെടുക്കാനായിട്ട്. ഇപ്പം ഞാൻ എന്താ തേങ്ങ തട്ടിയിട്ടുണ്ട്. പിന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുഴച്ച് വെച്ചു, വെള്ളമൊന്ന് നോക്കി. അത് കഴിഞ്ഞിട്ട് ഇതാ മാറ്റി വെച്ചിരിക്കുന്ന ഉഴുന്ന് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഉഴുന്ന് ചേർന്നാൽ നല്ല ടേസ്റ്റുണ്ട്. അപ്പോൾ അത് ആവശ്യത്തിന് നമ്മുടെ ഒരു ടേസ്റ്റ് നോക്കിയിട്ട് ചെയ്താൽ മതി. ഞാൻ ആദ്യം അപ്പം ഞാൻ കുക്കറിൽ കയറ്റിയിട്ടുണ്ട്. പിന്നെ ഞാൻ അടുത്ത പാലിനുള്ള പരിപാടി തുടങ്ങി. തേങ്ങയൊക്കെ ഒന്ന് പിഴിഞ്ഞ് ആദ്യത്തെ തൻപാലെടുത്ത് ഞാൻ 4 പ്രാവശ്യം പിഴിഞ്ഞെടുത്തിട്ടോ തേങ്ങ. അപ്പം ഞാൻ ലാസ്റ്റ് പാലിനകത്തേക്ക് ശർക്കര ഇട്ടൊന്ന് ഉരുക്കി, ശർക്കര ഒന്ന് ഉരുക്കിയെടുത്തു. പിന്നെ അതിലേക്ക് 3ാമത്തെ പാലൊഴിച്ച്, പിന്നെ അത് കഴിഞ്ഞിട്ട് 2ാമത്തെ പാലും ഫസ്റ്റ് പാലൊക്കെ എടുത്ത് നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ പാലുണ്ടാക്കുന്നതിൽ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കുക, എന്നാലും അത് കുറുകി വരുള്ളൂ കേട്ടോ. എല്ലാം കഴിഞ്ഞിട്ട് പാലും റെഡിയാണ്, ഇതാ അപ്പവും എല്ലാം റെഡിയാണ്. അപ്പോൾ അങ്ങനെ പെസഹ അപ്പം എല്ലാം റെഡിയായി. ഞങ്ങളിതാ ഫാമിലി ആയിട്ടിരുന്ന് ഒന്നിച്ച് കട്ട് ചെയ്ത് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. ഗൃഹനാഥൻ കട്ട് ചെയ്യാൻ പോവുകയാണ്. അത് ഞങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം കേട്ടോ. അപ്പോൾ വീട്ടിൽ ഗൃഹനാഥൻ ജോഹാൻ ചോദിച്ചു ഗൃഹനാഥൻ ആരാന്ന് ചോദിച്ചാൽ മതി അപ്പനെന്ന് പറഞ്ഞു. ഇവിടുത്തെ രീതിയൊക്കെ വെച്ച് ചിലപ്പോൾ തന്നെയാണെന്ന് അവനൊരു തോന്നലുണ്ടാവും, അവനൊരു സംശയം. നീ മനസ്സിലാക്കേണ്ടത് ഗൃഹനാഥൻ അങ്ങനെയല്ല, അമ്മയല്ല ഉണ്ടാക്കിയത്. പിന്നെ കട്ട് ചെയ്യാൻ എന്തിനാ അപ്പാന്നാണ് അവനാ ചോദിച്ചത് അല്ലേ. അങ്ങനെ ഇത് ശരിക്കും ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്നപ്പം അവിടെ ഞങ്ങൾ യാക്കോബക്കാരാണല്ലോ. അപ്പം ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ പ്രാർത്ഥിച്ച് അങ്ങനെ പക്ഷെ പള്ളിയിൽ പോവും, വരും, അപ്പം ഉണ്ടാക്കും, കഴിക്കും. പക്ഷെ അങ്ങനെ കട്ട് ചെയ്യണ ഒരു ചടങ്ങ് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ എൻ്റെ ഫ്രണ്ട് കാത്തലിക്കാണ്. അപ്പോൾ അവളുടെ അടുത്ത് പോയി നിന്നപ്പം ആംഗ്ലോ ഇന്ത്യനാണ്. അവിടെ നിന്നപ്പം അവളുടെ പപ്പ, ഞാൻ അവളുടെ വീട്ടിൽ ഇടയ്ക്ക് നിൽക്കാറുണ്ട്. അപ്പോൾ അവളുടെ പപ്പ ഇങ്ങനെ ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിച്ച് ഷെയർ ചെയ്ത് അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി ഫാമിലിയായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്ത് കട്ട് ചെയ്ത് പ്രാർത്ഥിച്ച് അങ്ങനെ തുടങ്ങുന്നതിനൊരു സുഖമല്ല, ഒരു ടുഗദർനെസ് എന്ന് പറയും. അത് വീട്ടിൽ എല്ലാവരും ഒന്നിച്ച് പെസഹ ദിവസമെങ്കിലും ഒന്നിച്ച് നിൽക്കുക, ഷെയർ ചെയ്യുക. അപ്പോൾ രാവിലെ തുടങ്ങിയ കഷ്ടപ്പാടാണ്, രാവിലെ ഒന്നും തുടങ്ങിയില്ല. അപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു മോണ്ടി തേഴ്സ്ഡേ ആശംസിക്കുന്നു. ഈസ്റ്റർ ആശംസകൾ നേരുന്നു. ഈസ്റ്ററിന് ഞങ്ങൾ എന്തായാലും വേറൊരു വീഡിയോ ഒന്നും വരാൻ സാധ്യതയില്ല, അതുകൊണ്ട് അഡ്വാൻസ് ഈസ്റ്റർ വിഷസ്. മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരും.